മനുഷ്യന്റെ എല്ലുകളാണല്ലേ? ഇതെന്താ സംഭവം? ഇതാണ് ഫീമർ. ഇത് നമ്മുടെ കാലിലെ ബോഡിയുടെ ഏറ്റവും വലിയ തുടയല് അല്ലേ? ഇതാണ് ഈ തുടയൽ എന്ന് പറയുന്ന സാധനം അല്ലേ? ഇതോ? സ്കാപ്പില, പിന്നിലുള്ള. ഇതോ? ഇതാണ് ടിബിയ. ഇത് നമ്മുടെ കാലിന്റെ താഴെ, തുടയലിന്റെ താഴെയുള്ള ഭാഗം. ഇതിന്റെ പേര് പറഞ്ഞ ടിബിയ. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ടിബിയ, ഫിബുല. മുട്ടിന്റെ താഴോട്ട് രണ്ടെല്ലാം ഉണ്ടാവും. ഇതോ? കൈയിന്റെ ഷോൾഡറിന്റെ അവിടെ താഴേക്കുള്ള ഭാഗം അല്ലേ? ഇതെന്താ? നട്ടലാണ്. കൊറേ കാലമായിട്ട് നട്ടല് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരാം. ഇതാണല്ലേ ഈ നട്ടല്? താഴെ സാക്രമും ഇത് ഫുൾ വെർട്ടിക്കൽ കോളം. ഇതിന്റെ പേരാണ് സാക്രം. അപ്പൊ ഇതിങ്ങനെ നട്ടല്. എന്താലേ ഒറിജിനലാ? ആരുടെ നട്ടലാണല്ലേ? അത് നന്നായി. ഇതോ? ഇത് തന്നെ ഓരോന്ന് ഇങ്ങനെ കാണിക്കണം. ഇത് ഒരു പീസ് ഇതിന്റെ ഇങ്ങനെ. ഈശ്വര, അത് നട്ടലല്ലേ? ആരുടെ? ഇതാണ് സാക്രം. ഇതാണ് ഇതെന്താ? ഇതാണ് സാക്രം. ഇത് താഴെ വരുന്നത് ഏറ്റവും താഴത്തെ ഭാഗം. മൊത്തം എല്ലാണല്ലേ? ഇറച്ചിക്കൊരു ഭംഗിക്കുള്ളതാ. ഇതോ? ഇത് പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് ആണ്. ഇതാണ്. ഈ കാണുന്ന ഭാഗമാണ് ഈ ബോൺ വരുന്നത്. ഇത് ഒറിജിനൽ. ഇത് രണ്ടെണ്ണം ഇങ്ങനെ ചേർത്തിട്ട് ഈ സാക്രം, ഈ കാണുന്ന ബോണ് ഇവിടെ നിൽക്കും. ഓ ശരി. ഇതാണോ യൂട്രസ്? ഈ കാണുന്നതാണ് യൂട്രസ്. ഇത് രണ്ടും ഓവറീസ്. സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ്. ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കും അല്ലേ? ഇത് ഹിപ്പോൺ പറഞ്ഞാൽ ഇത് സ്റ്റേർണം. ഇവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ വരുന്ന ബോൺ. പിന്നെ ഇത് റിബ്സ്. സ്റ്റേർണമിന്റെ കൂടെ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അസ്ഥികൂടത്തിന്റെ മേലെ നമ്മൾ കാണുന്ന സാധനം. പിന്നെ ഇത് ക്ലാവിക്കിൾ. കോളർ ബോൺ വരുന്നത് ഇവിടെ കാണുന്ന, ഇവിടെ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന. ഇത് റേഡിയസ്. പുറത്തേക്കുള്ളത്. ഉള്ളിൽ അള്ളം. കയ്യിലുള്ള പീസ്. പിന്നെ ഇത് സ്കൾഡ്. ആരാ? എന്താ പേര്? ഈശ്വര, ഇത് ആരോ അല്ലേ? സ്കൾഡ്. ഇത് താഴെ കുറെ ഓട്ടകളുണ്ട്. അപ്പോൾ ഈ ഫൊറാമിൻസ് ആണ് പറയുന്നത്. ഇവിടെ കൂടാണ് നമ്മുടെ സ്പൈനൽ കോഡ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ബ്രെയിൻ ഉണ്ടാവും. ബ്രെയിനിന് സ്പൈനൽ കോഡിന് വേണ്ടി ഒരു സ്പേസ് ആണ് ഫൊറാമിൻ മാഗ്നം എന്ന് പറയുന്നത്. ഇത് ജോ. പല്ലുണ്ടോ ഇപ്പോഴും? ഈ രണ്ട് പല്ലുണ്ട്. അപ്പോൾ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ പേരെന്തായിരുന്നു? ദീപിക, മാളവിക, തൻവി. ഇവർ 3 പേരെയും പരിചയപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് അവരൊരു മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് വിവരിച്ചു തന്നു. ഒറിജിനൽ ആയിട്ടുള്ള അസ്ഥികൂടം അല്ലേ, തലയോട്ടിയും എല്ലുകളൊക്കെ ഒറിജിനൽ ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. നല്ലൊരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. നന്നായിട്ടുണ്ട്. ഇതുപോലെ ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയർച്ചകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.